ഒരിക്കൽ ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ ഉപദേശകനും കൂടി കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ദാഹിച്ചു വലഞ്ഞപ്പോൾ അവർ കരിക്ക് ചെത്തിക്കൊടുക്കുന്നതിനിടയിൽ രാജാവിൻ്റെ കൈ മുറിഞ്ഞു. ഉടനെ ഉപദേശകൻ പറഞ്ഞു, രാജാവേ പേടിക്കണ്ട, കൈ മുറിഞ്ഞത് നന്നായി, ഇതും നല്ലതിനായിരിക്കും. എന്നാൽ ഉപദേശകൻ്റെ ഉപദേശം രാജാവിന് തീരെ പിടിച്ചില്ല. ദേഷ്യം പൂണ്ട രാജാവ് ഉപദേശകനെ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. കൊടുങ്കാറ്റിൽ നിന്നും പുറത്തിറങ്ങുവാൻ വേണ്ടി വീണ്ടും ചുറ്റിത്തിരിഞ്ഞ് നടന്നപ്പോൾ ഒരു കൂട്ടം കിരാത മനുഷ്യന്മാർ രാജാവിനെ പിടിച്ച് മരത്തിൽ കെട്ടിയിട്ടു. ദീർഘസമയങ്ങൾക്ക് ശേഷം കാട്ടുമൂപ്പൻ വന്നു രാജാവിനെ പരിശോധിച്ചു. അദ്ദേഹത്തെ നരബലിക്കായി കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് പരിശോധിക്കുന്നിടയിൽ അദ്ദേഹത്തിൻ്റെ വിരൽ മുറിഞ്ഞിരിക്കുന്നത് കണ്ടു. വിരൽ മുറിഞ്ഞ ഒരാളെ ബലിയർപ്പിക്കുന്നത് ഉചിതമല്ലെന്ന് കണ്ട കാട്ടുമൂപ്പൻ രാജാവിനെ വെറുതെ വിട്ടു. അപ്പോഴാണ് രാജാവിന് ഉപദേശം പറഞ്ഞ പൊരുൾ തിരിഞ്ഞത്. അദ്ദേഹം നന്ദി പറയാനായിട്ട് വീണ്ടും തിരികെ വന്ന് പൊട്ടക്കിണറ്റിൽ നിന്നും ഉപദേശകനെ രക്ഷിച്ച് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. അപ്പോൾ ഉപദേശം പറഞ്ഞു, നന്ദിയൊന്നും പറയേണ്ട രാജാവേ, എന്നെ അങ്ങ് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടത് നന്നായി, ഇല്ലെങ്കിൽ അവർ എന്നെ പിടിച്ച് നരബലിയായി അർപ്പിച്ചേനെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും വെറുതെ സംഭവിക്കുന്നതല്ല, അതിലൊക്കെയും ചില അർത്ഥങ്ങളുണ്ട്, ന്യായങ്ങളുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നന്മ ചെയ്യുമ്പോഴും പ്രതിസന്ധികൾ കടന്നു വന്നാൽ, പ്രതികൂലങ്ങൾ കടന്നു വന്നാൽ നാം ഭയപ്പെടാതിരിക്കുക. കനിവിൻ്റെ ഈ വർഷത്തിൽ നാം നന്മ ചെയ്യുമ്പോൾ ചിലർ തെറ്റായി ചിന്തിച്ചേക്കാം, പ്രതികരിച്ചേക്കാം. എന്നാൽ നാം നന്മയോടുകൂടെ സ്നേഹത്തോടുകൂടെ പെരുമാറുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെ, കനിവുകളെ അവരുമായിട്ട് പങ്കിടുക. അത് നന്മയുടെ സ്വഭാവമായി സ്വീകരിക്കുക.